കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബം നീതി തേടി അലയുകയാണ്. മരണം നടന്ന് ഒരു മാസമാകാറാകുമ്പോഴും മുഖ്യപ്രതി ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ആയിട്ടില്ല. ലോണാപ്പുകാരുടെ ഭീഷണിയും മരണകാരണമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യം കുടുംബം തള്ളുകയാണ്. നിതിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം കണ്ണൂർ ക്രൈംബ്രാഞ്ച് അടുത്തയാഴ്ച ഏറ്റെടുക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം കനത്തതോടെയാണ് SITയിൽ നിന്ന് അന്വേഷണം സർക്കാർ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയത്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭിക്കുന്നതോടെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഏറ്റെടുക്കുക. അടുത്ത ആഴ്ച അന്വേഷണം തുടങ്ങുമെന്നാണ് വിവരം. ആത്മഹത്യാ പ്രേരണ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ചിട്ടും ഒന്നാം പ്രതി ഡോക്ടർ എം കെ റാമിനെ ഇനിയും പിടികൂടാനാകാത്തത് പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. നിതിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം കണ്ണൂർ DIGയെ കണ്ട് ആശങ്ക അറിയിച്ചിരുന്നു. അധ്യാപകന്റെ ജാതി അധിക്ഷേപത്തിൽ മനം നൊന്താണ് മകന്റെ മരണമെന്നാണ് നിതിന്റെ മാതാപിതാക്കൾ പറയുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമമുള്ളതായും നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പിതാവ് രാജൻ പറഞ്ഞു. പോലീസ് DIGക്ക് കൈമാറിയതുകൊണ്ട്, കേസന്വേഷണം കൈമാറിയതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ DIG ഓഫീസിൽ പോയിരുന്നു. ഇന്നിപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വന്നു. ഇന്നിപ്പോൾ ഇവിടെ അവധിയാണ്, നാളെ വരാനാണ് ഇരിക്കുന്നത്. പിന്നെ അന്വേഷണങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് ഇതുവരെയും പോയില്ലായിരുന്നു. പക്ഷേ ഇനി പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഒരു പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒരു പ്രതികളെ പോലും പിടിക്കുകയോ ഒരു തെളിവ് പോലും ഹാജരാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രിൻസിപ്പൽ റൂമിൻ്റെ ആ വിഷ്വൽസ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ബാക്കി വിഷ്വൽസ് ഒന്നും കണ്ടുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. രണ്ടാം പ്രതി ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ അന്വേഷണ സംഘം അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. റാമിനെ കണ്ടെത്താൻ അന്വേഷണ സംഘം ദിവസങ്ങളോളം ആന്ധ്രയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഫോൺ കോളുകളും സന്ദേശങ്ങളും നിരീക്ഷിച്ചാണ് പോലീസ് ആന്ധ്രയിലെത്തിയത്. ഏപ്രിൽ 10-നാണ് നിതിൻ കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ലോൺ ആപ്പ് ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ റിമാൻഡിലാണ്. News 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.